എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയ Paytm പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിൻ്റെ ഒരു അൺബോക്സിങ്ങും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നും ഒരു ലൈവ് ക്യാഷ് വിഡ്രോയിങ്ങും ത്രൂ ATMുമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. കാർഡ് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഇന്നാണ് എൻ്റെ കയ്യിൽ ഇത് ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. ലെറ്റർ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഒരു ഇൻവോയ്സ് കണക്കൊരു ലെറ്ററാണ് വരുന്നത്. സാധാരണ ATM കാർഡ് വരും കണക്ക് തന്നെയാണ്. അതിനകത്താണ് നമ്മുടെ ഫിസിക്കൽ Paytmൻ്റെ പ്ലാറ്റിനം റൂപേ ഡെബിറ്റ് കാർഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എ ബിഗ് ഹലോ ഫ്രം ഇന്ത്യാസ് മോസ്റ്റ് സിൻസിയർ ബാങ്ക് എന്ന് പറഞ്ഞാണ് ആ ലെറ്റർ വരുന്നത്. നമുക്ക് ലെറ്ററിൽ നിന്ന് കാർഡ് സെപ്പറേറ്റ് ചെയ്യാം. ഈ കാർഡ് നമുക്ക് സാധാരണ ATM കാർഡ് യൂസ് ചെയ്യുന്ന എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഷോപ്പുകളിലും അതായത് ഓൺലൈൻ സ്റ്റോറുകളിലും നമുക്ക് സൈപ്പിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡ് തന്നെയാണിത്. ഇനി നമുക്കിത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? അതിനാദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ Paytmൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാങ്കിൻ്റെ ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിർച്വൽ ഡെബിറ്റ് കാർഡ് അവിടെ കാണിക്കും. അതിന് താഴെ ATM ഓർ ഡെബിറ്റ് കാർഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണിച്ചിട്ട് ഏറ്റവും താഴെ ആക്ടിവേറ്റ് കാർഡ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും. ആ QR കോഡ് നിങ്ങളുടെ ATM കാർഡിൻ്റെ, അതായത് നിങ്ങൾക്ക് ലഭിച്ച കാർഡിൻ്റെ ബാക്ക് സൈഡിൽ കാണാം, അത് സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്താൽ നിങ്ങൾക്കൊരു Paytmൻ്റെ ഒരു പാസ്കോഡ് എൻട്രി ചെയ്യാനായിട്ട് ചോദിക്കും. എൻട്രി ചെയ്ത് കൊടുക്കുക. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് കൺഫേം ചെയ്യേണ്ടതായിട്ട് വരും. കാർഡ് നമ്പർ സെയിം ആണോ നോക്കി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം കൺഫേം എന്ന ബട്ടൺ അമർത്തി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ATMൻ്റെ ഒരു 4 ഡിജിറ്റ് പിന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് സാധാരണ കണക്ക് തന്നെ ഒരു പിന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ATM ആൻഡ് ഡെബിറ്റ് കാർഡ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞൊരു ടിക്ക് മാർക്ക് കാണിക്കാം. അതിനുശേഷം നിങ്ങൾ ഗോയിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ATMലേക്ക് പോകാം. ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.